യൂറിൻ നമ്മളുടെ കൺട്രോളിലല്ലാതെ വരിക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അത് ചെറിയ കുട്ടികളിലാവാം, അതുപോലെ തന്നെ പ്രായമായവരിലും ആവാം. നമ്മൾ കിടക്കയിൽ മൂത്രമൊഴിക്കുക അഥവാ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പം അത് കൂടുതൽ വിഷമകരമായിട്ട് കാണാറുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് നൊക്ടേണൽ അന്യൂറിസിസ് എന്നാണ്. ഓരോ പ്രായത്തിലും ഇതിന്റെ കാരണങ്ങൾ മാറി മാറി വരും. ബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന വാസോപ്രസൻ എന്ന് പറയുന്ന ഒരു ADH ഹോർമോൺ ആണ് യൂഷ്വലി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ മൂത്രത്തെ പിടിച്ചു വെക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ ഒരു ഹോർമോണിന്റെ കുറവ് കൊണ്ട് വളരെ റെയർ ആയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റിസ്, അതേപോലെ ADHD, വീക്ക് ബ്ലാഡർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതേപോലെ മൂത്രം കൺട്രോളിൽ നിൽക്കാതെ ആവാം. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സും ആങ്സൈറ്റിയുമാണ്. ചെറിയ കുട്ടികളിലൊക്കെ ഈ ഒരു കാരണം കൊണ്ട് അത് വളരെ വിസിബിൾ ആയിട്ട് കാണാറുണ്ട്. ചിലപ്പം വീട് മാറുന്നതോ അല്ലെങ്കിൽ സ്കൂൾ മാറുന്നതോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അവരെ സ്ട്രെസ്ഫുൾ ആക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇതേപോലെ എപ്പിസോഡ് റിക്കർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സെക്ഷൽ അബ്യൂസും അതിൻ്റെ ഒരു കാരണമാണ് കേട്ടോ. അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾക്കും ആ ഒരു പ്രായത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണയായിട്ട് ആളുകൾ ഇതിനെ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കിടക്കാൻ നേരത്ത് കുട്ടിക്ക് വെള്ളം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അലാം വെച്ച് എഴുന്നേപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയെ ഉറക്കാൻ കിടത്തുമ്പം നിങ്ങൾ അവരോട് നന്നായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് ഒരു ഇൻറ്റിമേറ്റ് ടോക്കിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അവരുടെ അന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. അവർക്ക് വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാനും അവരൊന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഴിയുന്നതും ഇതുപോലത്തെ എപ്പിസോഡ്സ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ദേഷ്യം കാണിക്കുകയോ കുട്ടികളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ അത് കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും സ്മൃതി മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്.